കേരളം ഒരിക്കലും മറക്കാനിടയില്ലാത്തതാണ് ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ്. ത്രില്ലർ സിനിമയുടെ കഥ കേൾക്കുന്ന രീതിയിലാണ് അന്ന് ഈ കേസിലെ വിവരങ്ങൾ പുറത്തു വന്നത്. സെക്സും പ്രണയവും കൊലപാതകവും എല്ലാം നിറഞ്ഞൊരു ക്രൈം ത്രില്ലറായിരുന്നു ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ്. 2009 നവംബർ 7-നാണ് കാർണവേസ് വില്ലയിലെ ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത്. നാട്ടിലെ ധനാഢ്യ കുടുംബം. ഇട്ടുമൂടാൻ എന്ന് പറയും പോലെ സ്വത്തുവകകൾ, വീട്ടിലും കണക്കറ്റു പണം. ഇതെല്ലാമായപ്പോൾ അരുംകൊല വെറും കവർച്ചാശ്രമം എന്ന നിലയിലേക്ക് വഴിതെറ്റുന്ന സ്ഥിതിയായി. കൊല നടക്കുമ്പോൾ ഷെറിൻ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. വീടിന് മുകൾ നിലയിലെ ജനാല വഴി മോഷ്ടാവ് എത്താൻ സാധ്യതയെന്ന് പറഞ്ഞ് വഴി തെറ്റിക്കാനായിരുന്നു ആദ്യ ശ്രമം. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യൽ മുറുകിയപ്പോൾ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്ന മകൻ ബിനു പീറ്ററിന് ജീവിതം സുരക്ഷിതമാക്കാനാണ് നിർധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി കാർണവർ കുടുംബത്തിലെത്തിച്ചത്. ഇതിനായി ഷെറിന്റെ സാമ്പത്തിക ബാധ്യതയെല്ലാം തീർത്തു കൊടുക്കുകയും അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണം നടത്തിയതോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഇതോടെ ഭർത്താവും കൈക്കുഞ്ഞുമായി ഷെറിന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഈ സമയത്താണ് ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങൾ തുടങ്ങുന്നത്. അന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഓർക്കൂട്ട് വഴി ഷെറിൻ കാമുകന്മാരുടെ എണ്ണം കൂട്ടി. കാർണവർ വില്ലയിൽ ഓർക്കൂട്ട് കാമുകന്മാർ ഊഴം വെച്ചെത്തി. 2007-ൽ ഭാര്യ അന്നമ്മ മരിച്ച ശേഷം ഭാസ്കര കാർണവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതോടെയാണ് ഷെറിന്റെ ബന്ധങ്ങൾ കുടുംബങ്ങൾ അറിയാൻ തുടങ്ങിയത്. ഭാസ്കര കാർണവർ എത്തിയതോടെ ആദ്യമൊന്ന് പതറിയെങ്കിലും ഷെറിൻ കാമുകന്മാരെ രഹസ്യമായി വീട്ടിലെത്തിച്ചിരുന്നു. ഒരു നാൾ പിടിക്കപ്പെട്ടതോടെ ഈ സന്ദർശനം കാർണവരുടെ മുന്നിലൂടെയായി. ഒരേ സമയം ഒന്നിലധികം പേരെ വരെ ഷെറിൻ സ്വീകരിച്ചു എന്നാണ് അന്ന് പുറത്തു വന്ന വിവരം. ഇതോടെയാണ് തന്റെ സ്വത്തിലെ ഷെറിന്റെ അവകാശം ഒഴിവാക്കി കാർണവർ പുതിയ വിൽപത്രം തയ്യാറാക്കിയത്. ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ ഷെറിൻ പലരോടും പണം കടം വാങ്ങി. ഇത് തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഓർക്കൂട്ട് കാമുകനായ ബാസിത് അലിയെ ഒപ്പം കൂട്ടി കാർണവരെ കൊല്ലാൻ പദ്ധതിയിട്ടത്. മറ്റ് 2 സുഹൃത്തുക്കളായ ഷാനു റഷീദ്, നിതിൻ എന്നിവരെ വിളിച്ചു വരുത്തിയതും ഷെറിൻ തന്നെയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന നായ്ക്കൾ കുരയ്ക്കാതിരിക്കാൻ അവയ്ക്ക് മയക്കുമരുന്ന് നൽകി. ഷെറിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതോടെയാണ് ബാസിത് അലിയിലേക്ക് എത്തുന്നത്. കാർണവരുടെ കിടപ്പുമുറിയിൽ നിന്ന് ബാസിത്തിന്റെ വിരലടയാളവും ലഭിക്കുകയും ചെയ്തു. ഇതോടെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികളെയെല്ലാം മനസ്സിലായി. 89 ദിവസത്തിനിടെ കുറ്റപത്രം നൽകുകയും പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു. 14 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത്. മറ്റു കൂട്ടുപ്രതികൾ ഇപ്പോഴും ജയിലിലാണ്.